കൊടുക്കല് മെത്തപ്പെടുക്കല് ഈ തൊപ്പി ഒസാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. ഒസാക്കി അവരുടെ അടുത്തുനിന്നാണ് അവരാണ് ഇവരെ എത്തിച്ചു കൊടുക്കില്ല. നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയല്ലേ ജാഫർ അവനാണ് ഇവന് സാധനം എത്തിച്ചു കൊടുക്കുന്നതെന്നാണ് ഈ പറയുന്ന മുമ്പ് പറയുന്നത്. അത് നമ്മുടെ എൻ്റെ കാസറ്റിനകത്ത് വന്നൊരു സംഭവമാണ്. ആരാണ് ഈ ജാഫർ? ഒസാക്കി ജാഫർ. ഓക്കെ, പിന്നെ ഒന്ന് സെർച്ച് ചെയ്ത് ഞാൻ നോക്കിയപ്പം എനിക്ക് തമിഴ്നാട്ടിലൊരു ജാഫറിനെയാണ് കിട്ടിയത്. ആ പുള്ളിക്കാരൻ അത്യാവശ്യം ഇപ്പം ജയിലിലാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം പുള്ളിയുടെ ടീം ഈ റോളക്സ് പോലാണ്. ഓരോ സ്ഥലത്തും പുള്ളിയുടേതായിട്ടുള്ള ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തും ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. മെയിൻ തലവനായിരുന്നു. കണ്ടാൽ മാന്യൻ, അത്യാവശ്യം പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം പല സ്ഥലങ്ങളിലാണെങ്കിലും പുള്ളിക്ക് നല്ല ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന DMK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, നമ്മുടെ വിജയ് എപ്പോഴും പറയത്തില്ല DMK. ഇപ്പോൾ രണ്ടുപേരുമായിട്ടാണ് മത്സരം. ഒന്ന് TVK, ഒന്ന് DMK എന്ന് പറയുന്നത്. അതേ DMK അല്ലേ, ഉദയൻ എന്താ പേര്, സ്റ്റാലിൻ്റെ മോനുണ്ടല്ലോ, ഉദയനിധി സ്റ്റാലിൻ. അപ്പം അവനുമായിട്ടുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോസും ഞാൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇവൻ്റെ തപ്പിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അവന് 7 ലക്ഷം രൂപയാണ് ഈ പറയുന്ന വെള്ളപ്പൊക്ക സമയത്ത് അവിടെ കൊടുത്തത്. 5 ലക്ഷം രൂപ ജനങ്ങൾക്ക് വേണ്ടിയും 2 ലക്ഷം രൂപ ഈ പറയുന്ന പാർട്ടി ഫണ്ടായിട്ട്. അപ്പം ഇനി ആ ജാഫറാണോ ഇനി? കാരണം അത്യാവശ്യം ജാഫർ എന്നൊക്കെ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങോട്ടാണ് പോയത് വീഡിയോസൊക്കെ കണ്ടിട്ട്. ആ ജാഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം മുന്തിയ ടീമാണ്. അവനെന്ന് പോലീസ് പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വാശിയെ വെച്ചപ്പോൾ 5 ദിവസം കൊടുത്തു അവനെ തപ്പിയെടുക്കാൻ നേരത്ത്. അവന് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ജാഫർ മധുരയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തോട്ട് വന്നു. അവിടുന്ന് പിന്നെ സിംഹമാറ്റി പിന്നെ പൂനെ പോയി പിന്നെ നാഗപ്പൂർ ഡൽഹിയിൽ ഒരു ഹോട്ടലിലിട്ടാണ് അവനെ പിടിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പം ഈ ജാഫറും ഈ മമ്മു പറയുന്ന ജാഫറും ഈ ജാഫറും ഇനി ആണെങ്കിൽ അടിപൊളിയായി കഥകളൊക്കെ. തൊപ്പിക്ക് പിന്നെ പല സ്ഥലങ്ങൾക്ക് നല്ല കണക്ഷനും കാര്യങ്ങളും ഉണ്ട്. അതും പറയുന്നുണ്ട്, പലയിടത്തുനിന്നും സാധനവും വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ മെയിൻ തലവനായിട്ടുള്ളൊരു വ്യക്തി ആവാനും ചാൻസ് ഉണ്ട്. എനിക്ക് ഉറപ്പില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചെന്ന് മാത്രം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, തൊപ്പിയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറ. തൊപ്പിയുടെ ഭാഗത്ത് തൊപ്പി ഇതൊന്നും യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. തൊപ്പി പാവമാണെങ്കിൽ പാവമാണെന്ന് പറയാം. തൊപ്പി പഠിച്ച കള്ളനാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് ചെയ്യണം. ഓക്കെ, അപ്പം ഈ പറയുന്ന മറ്റേ പുള്ളിക്കാരൻ ഹൈ പ്രൊഫൈലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ പറയുന്ന ജാഫർ സാദിഖ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരനൊരു ഡൽഹിയിൽ എങ്ങാണ്ട് വെച്ച് 3 പേരെ എങ്ങാണ്ട് പുള്ളിയുടെ സുഹൃത്തുക്കളെ പോലീസ് നോക്കിയപ്പോഴാണ് അണ്ണൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഈ പറയുന്ന ന്യൂസിലാൻഡ്, സിംഗപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇവനാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. ഈ സാധനം നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. ഈ പാൽക്കുപ്പി പോലത്തുള്ള സാധനത്തിനകത്തൊക്കെ കയറ്റുക. ഈ തേങ്ങ തിരുമ്മി വിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അതിനകത്ത് കയറ്റുക. തേങ്ങ തിരുമ്മി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പുറം രാജ്യങ്ങൾക്കൊക്കെ വിൽക്കുന്ന ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് പല രാജ്യത്തിലോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം മുന്തിയ ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന പുള്ളിയുടെ എനിക്ക് അവൻ്റെ പേഴ്സണലി ഇഷ്ടമല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അവിടെ കണ്ടുകൂടുക. ചില കാര്യങ്ങളൊക്കെ അവൻ്റെ നേട്ടത്തിന് വേണ്ടി അവൻ പലതും ചെയ്യും. ഇത് മുമ്പിൻ്റെ വോയിസ് ഉണ്ട്, അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് ജാഫറാണ് എത്തിക്കുന്നതും. പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും ഇവർ കണക്ഷൻസ് ഉണ്ട്. തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ. പിന്നെ അറിയാലോ ഈ അടുത്ത സമയത്ത് തോക്ക് ചൂണ്ടിയതും. പിന്നെ അതുപോലെ തന്നെ നല്ല ഇവിടുത്തെ മുന്തിയ കൊച്ചിലെ ടീംസും ഒക്കെ ആയിട്ട് നല്ല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവന്. അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ മിഷേൽ ആ ഒരു വധക്കേസിൻ്റെ വിഷയത്തിൽ അങ്ങാണ്ട് എൻ്റെ കാസറ്റ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഈ പറയുന്ന തൊപ്പി അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ട അതിൻ്റെ ഒരു കോൾ റെക്കോർഡായിരുന്നു. തൊപ്പി അവനെ വിളിച്ചിട്ട് ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി തൊപ്പിയുടെ ഹോൾ എത്രമാത്രം വന്ന്, എന്തുകൊണ്ട് ഇതൊന്നും അന്ന് പുറത്ത് വന്നിട്ടില്ല? അത് ഞാൻ ആലോചിച്ചേ. അപ്പോൾ ആ ഒരു വിഷയത്തിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പം കൊച്ചിയിലുള്ള പല ഗുണ്ടാ ടീംസും സെറ്റപ്പൊക്കെ ഉള്ളവരായിരിക്കാം. ഈ പറയുന്നത് തൊപ്പി ചിലപ്പോൾ കണക്ട് ചെയ്ത് കാണും. തൊപ്പി ചിലപ്പോൾ ഇവനെ വിളിച്ചു കാണും, സൗഹൃദ പ്രോഗ്രാമുണ്ട്. പക്ഷെ അവനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം പുറത്തിരുന്നിട്ട് അവൻ എന്ത് തോന്നിയ മാസം വേണമെങ്കിലും കാട്ടിക്കൂട്ടാം. കാരണം ആരും ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പം ഇതാണ് കാര്യങ്ങൾ. ഈ പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. ഈ സാദിഖ് ജാഫർ എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എഴുതി നിങ്ങൾ ഒപ്പിട്ട് വെച്ചോ. ആ മുമ്മുവും ഈ മറ്റേവനും ഒക്കെ ഉണ്ടല്ലോ, ഷമീറൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. 100% ശരിയാണ്. നിങ്ങൾ വിശ്വസിക്കാതിരിക്കാം, നമുക്കൊരു വിഷയമല്ല. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ചെന്ന് വഴങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പുറം ലോകത്ത് പറയാൻ പറ്റുമോ അവൾമാർക്ക്? ഇല്ല. ഈ വീടും അതും ഇതുമൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ ചാടി കയറിയൊക്കെ ഇവന്മാരുടെ കൂടെ ഒക്കെ പോയതൊക്കെ വീട്ടുകാരറിഞ്ഞാലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചില പെണ്ണുങ്ങളൊന്നും പറയത്തില്ല.
ചിലവന്മാർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ടീംസുകളൊക്കെ ഒരുപാടുണ്ട്. അതായത് ചില നാട്ടുമ്പുറത്തിലൊക്കെ ചില പാവപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഈ ചില പട്ടണത്തിലൊക്കെ വന്ന് പഠിച്ചു കഴിയുമ്പോൾ അറിയാലോ, ഒരു ഫ്രീഡം കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ പോകുന്ന ടീംസുകളൊക്കെ ഉണ്ട്. വീട്ടുകാർക്കൊന്നും അറിയത്തില്ല. കാരണം എന്താണ്, മോള് വീട്ടിൽ നല്ല രീതിയിൽ പഠിക്കും, നാട്ടുകാർക്ക് കണ്ണിലുണ്ണി പൊന്നിലുണ്ണി തക്കൾ കൂട്ടു, എന്താ പറയുക, ആ മകളെയൊക്കെ നല്ല രീതിയിൽ വിശ്വാസം, വീട്ടിലെ വിഷമങ്ങളും ദുഃഖങ്ങളും അറിഞ്ഞ് വളരുന്ന പെൺകുട്ടികൾ. ഓക്കെ, ഇതൊക്കെ മുതലാക്കുന്ന കുറേ ടീംസുകളുണ്ട്. എല്ലാം ചെയ്തു കൊടുക്കാം, പൈസ കൊടുക്കാം, അങ്ങനെയാണെന്നും പറഞ്ഞ ടീമിൻ്റെയൊക്കെ കൂടെ പോയി കഴിഞ്ഞിട്ട് ഇവനൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ അവൻ്റെയൊക്കെ സുഖം കണ്ടെത്തി മടുത്തൊരു പരുവാക്കി വലിച്ചെറിയുന്നവരെ ഒരു മൂലയ്ക്ക് ആക്കി വിടും. പിന്നെ എന്താ പറയണ്ട, ചില ആളുമാർക്ക് എൻ്റർടൈൻമെൻറ്റും ആയിരിക്കും. പോവുക, അടിച്ചു പൊളിക്കുക, ഗത്താവുക, വരിക. പക്ഷേ ഒരു പണി കിട്ടിക്കഴിഞ്ഞാലോ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു വണ്ടിയിൽ പോയി ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അപ്പം വീട്ടുകാരെ വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? എല്ലാം പോകത്തില്ലേ? ഇതൊന്നും ചിന്തിക്കത്തില്ല. ഇപ്പോഴത്തെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു വിഷയമല്ല, ആര് നോക്കുന്ന പുല്ല്, ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയാണ്, എന്ത് വന്നാലും വിഷയമല്ല, നമുക്കിതൊന്നും ഒരു മാറ്ററേ അല്ല. പക്ഷെ കുറച്ചും കൂടെ വളരുന്ന ഒരു കാര്യത്തോടൊക്കെ അടുക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഒരു നല്ലൊരു ഡൂക്കും അതുമൊക്കെ ഉള്ളവനെയൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് പോകും, ലൈഫൊക്കെ സെറ്റാവുമോ? നിങ്ങളെയൊക്കെ സെറ്റാവുമോ? കാണുന്ന പെണ്ണുങ്ങളോടും കൂടെ ഞാൻ പറഞ്ഞത് ഇല്ല. ഒരു ജീവിതം തുടങ്ങി അങ്ങോട്ട് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ മോളെ ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് ഇന്നലേക്ക് നാളെ മനസ്സിലാവും. ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും അവനവൻ്റെ സുഖവും ഇതും മാത്രമേ ഉള്ളൂ. കാര്യം കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥയൊക്കെ വെറും ഇത്. പിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന കുറേ മൊണ്ണ ടീംസുകളല്ല, ഇതുപോലുള്ള ഊടായ്പ ടീംസുകളായിരിക്കും കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. ജാഫറിന്റെ വീഡിയോ വെക്കാം. 1000 கோடி ரூபாய் மதிப்புள்ள போதைப் பொருள் கடத்தல், அரசியல் செல்வாக்கை காட்ட தமிழ் திரைப்பட தயாரிப்பாளர் என்ற முகமூடி. யார் இந்த ஜாபர் சாதிக்? திமுகவுக்கும் இவருக்கும் என்ன தொடர்பு? டெல்லியில் சில நாட்களுக்கு முன்னர் ஊட்டச்சத்து மாவு, தேங்காய் பொடி என்ற பெயரில் கடத்தப்பட இருந்த 50 கிலோ போதைப் பொருள் காவல்துறையினரால் கைப்பற்றப்பட்டது. இந்த போதைப் பொருள் கடத்தல் கும்பலின் தலைவனாக ராமநாதபுரம் மாவட்டம் கமுதியைச் சேர்ந்த ஜாபர் சாதிக் என்பவர் செயல்பட்டதும், கடந்த 3 ஆண்டுகளில் இவர் சுமார் 2000 கோடி ரூபாய் மதிப்புள்ள போதைப் பொருட்களை இப்படி கடத்தியிருப்பதும் கண்டுபிடிக்கப்பட்டது. சென்னை புரசைவாக்கத்தில் விடுதி ஒன்றில் நடத்தி வரும் ஜாபர் சாதிக் திமுகவின் மேற்கு மாவட்ட அயலக அணியின் துணை அமைப்பாளராக இருந்து வந்தார். மேலும் கண் துடைப்பிற்காகவும் சமுதாயத்தில் தன்னை பெரிய மனிதனாக காட்டிக் கொள்வதற்காகவும் மங்கை, இறைவன் மிகப்பெரியவன், இந்திரா என ஒரே நேரத்தில் பல திரைப்படங்களை தயாரித்து வந்துள்ளார். மேலும் அரசியல் வட்டத்தில் தனது செல்வாக்கை காட்ட மங்கை படத்திற்கான பாடல் வெளியீட்டு விழாவிற்கு இயக்குநர் கிருத்திகா உதயநிதி உள்ளிட்ட பல திமுக பிரபலங்களையும் அழைத்திருக்கிறார். இந்நிலையில் தலைமறைவாக இருக்கும் ஜாபர் சாதிக்கை கைது செய்தால் மட்டுமே அவரின் கடத்தல் தொழிலில் அரசியൽ പ്രമുഖர்களுக்கு കണ്ടാമാന്യൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഒത്ത നീളം, ഒത്ത വണ്ണം, നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു ഡീസന്റ് മനുഷ്യൻ അല്ലേ? നിങ്ങൾ കണ്ടു നോക്കി എത്ര പെർഫെക്റ്റ് ആണ് അദ്ദേഹത്തിനെ കാണാനൊക്കെ. ഇപ്പോൾ ഇതുപോലെ ഒരു ചെറുക്കനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർ ആദ്യം പയ്യൻ കൊള്ളാം, അവനെ നമ്മുടെ മോക്കാവും ആലോചിക്കാം. ഇപ്പോൾ ഇത് കാണുന്ന ഒരു പെണ്ണ് ഇത് കാണുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ നല്ലൊരു പയ്യനല്ലേ, മോളെ ഇത് കണ്ടോ എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചേച്ചിക്ക് ഈ പയ്യൻ എങ്ങനെ ഉണ്ടോ നോക്കിയപ്പോൾ കൊള്ളാം, ചേച്ചിക്ക് ചേരുന്നൊരു പയ്യൻ. പക്ഷെ അവൻ്റെയൊക്കെ തൊഴിൽ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മാന്യം ചവിഞ്ഞ് കഴിഞ്ഞിട്ട് ഇല്ല വാഴയ്ക്കകത്ത് ഇല്ല മാന്യനെ പോലെ നടക്കത്തില്ലേ, എന്നിട്ട് പിള്ളേർക്ക് മരുന്നും കോപ്പൊക്കെ കൊടുക്കുന്ന കുറേ ടീമുണ്ടല്ലേ, ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ ഇവനാണ് ഇവരുടെ റോളക്സിനെ വെല്ലുന്ന ടീമാണെന്നാണ് പറയുന്നത്. ഒരു ദാക്ഷിണ്യവും ഇല്ല. അങ്ങനെ ഒരു വ്യക്തി എത്ര മാന്യനായിട്ട് സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട്. അതുപോലെ നമ്മുടെ ഇടയിലും കാണുമായിരിക്കാം മാന്യം ചമഞ്ഞ് നടന്ന് ഒരു സമയം അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയപ്പം അവിടെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാനൊരു കാര്യം പറയും, 20, 21, 22, 23, 24, 10 ഓക്കെ, ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. അതിപ്പം നമുക്കല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിനൊക്കെ അഡിക്റ്റ് ആകുമ്പോൾ ഉള്ള അവരുടെ റിയാക്ഷനൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് ഒരു ബോധം ഉണ്ടാകുന്നത്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മളത് മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാൻ ഉദ്ദേശിച്ച ഈ ഡ്രഗ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ വലിച്ചു കയറ്റി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. ഈ പറയുന്ന തൊപ്പിയുടെ കാര്യം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് തുറന്നു പറയാം. ഇവൻ ഇതെല്ലാം അല്ല, ഇതിൻ്റെ അപ്പുറത്തെ പരിപാടികളും ചെയ്യുന്ന ടീമാണ്. ആ കൊച്ചുകാർക്ക് മുമ്പോ അവൻ പറയുന്നതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്, പക്ഷെ ആരും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ നീട്ടുന്നില്ല, വലിച്ചു വാരി. ഇനി വേണ്ടേ ഞാനിപ്പോൾ ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. അവരുടെ കൂട്ടത്തിലുള്ള അടിച്ച് കിണ്ടിയായിട്ട് നിൽക്കുന്ന ഏത് സാധനവും വലിച്ചത് നിങ്ങൾ തന്നെ ഒന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഇവന്മാരുടെ പൈസ ഇല്ല, ഒരു കോപ്പുമില്ല, ഈ പറയുന്ന തൊപ്പിയെ ആശ്രയിച്ച് ജീവിക്കുന്നവന്മാരാണ്. ഇവന്മാർക്ക് ഇത് വലിക്കാനോ അടിക്കാനോ ഇവിടുന്ന് പൈസ കിട്ടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഒരു പൈസ പോലും തൊപ്പി കൊടുക്കുന്നില്ല. പിന്നെ മുമ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കപ്പെട്ടു. ഞാൻ ഈ ഒരു വീഡിയോ പറയാതിരുന്നതാണ്, പക്ഷേ വിട്ടുപോയി. ഇന്ന് അനന്തു ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് വേണ്ടേ ഈ 170, 460, ഈ 1400 ഇത് ഒരുത്തൻ ശമ്പളമായിട്ട് കൊടുത്തതാണോ? അല്ല.
എന്തോ കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ തൊപ്പി ഇത്ര രൂപയാടാന്ന് പറയുമ്പോൾ ഇട്ട് കൊടുക്കും. അത് അവൻ അവിടെ സ്കാൻ ചെയ്യും. ഇത് നമ്മളും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെ. നമ്മുടെ വീട്ടിലും സാധനം മേടിക്കും, അമ്മേ 360 രൂപ, അമ്മ ഒരു 370 ഇട്ടോ എന്ന് പറയും. 10 രൂപ നമുക്ക് കമ്മീഷൻ. അതാണ് പരിപാടി. ഇത് ശമ്പളം കൊടുത്താവുന്ന രീതിയിലാണ്. പിന്നെ ഈ പറയുന്ന ജാസി പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നിനും മറുപടി അവൻ കൊടുത്തിട്ടില്ല. ഇപ്പോഴും തൊപ്പിയെ ഏറ്റുപിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ അടി പയ്യനാ, അത്യാവശ്യം ഫെയിമാണ്, തൊപ്പിയുടെ കൂട്ടത്തിലുള്ളതാണ്. ഇത് കാണുന്ന ഒരാളോട് പിന്നെ ഞാൻ സ്ത്രീകളെ വെച്ച് സംസാരിക്കുന്നു വിചാരിക്കരുത്. ഇത് കാണുന്ന ഒരു ചേച്ചി, നിങ്ങളുടെ അനിയത്തി കൊണ്ട് ഇവനെ കെട്ടിക്കൂ. നോക്ക്, ഇവനെ കെട്ടിക്കൂ. ഇത്ര അഡിക്റ്റ് ആയിട്ടിരിക്കുന്നവന്മാരാണ് സത്യം പറഞ്ഞാൽ. ഇവന്മാരെ തൂക്കിക്കഴിഞ്ഞാൽ പൊക്കണം. പിന്നെ ഞാൻ അനന്തചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു സുഹൃത്ത് അങ്ങോട്ട് ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് പോലീസ് വന്ന് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. ആരാണ്ട് വിളിച്ച് പറയുക അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് അവരെ പൊക്കിയെടുത്ത് അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി എല്ലാം ചെക്ക് ചെയ്യിപ്പിച്ചു, അടിമുടി എല്ലാം ചെക്ക് ചെയ്യിപ്പിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്തു. ഇവരെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കും അല്ലേ? ഒരു നിരപരാധികളാണ്, അത് വേറെ കാര്യം. ആൾക്കാരെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഇമേജ് പോകത്തില്ലേ? ആരെങ്കിലും ഒരു വീഡിയോ എടുത്താൽ അതിനേക്കാൾ നാണക്കേടാവത്തില്ലേ? ഇന്ന കേസിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഓക്കെ, പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അവരുടെ ഡ്യൂട്ടി 100% അവർ ക്ലിയർ ആക്കി. ഇപ്പോൾ തുഫാൻ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞാൽ അവർ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഗ്യാങ്ങിൽ അവന്മാരെ തൂക്കിയേ പറ്റും. ആ ചെക്കൻ്റെ ഒക്കെ ഇരിപ്പ് കണ്ടില്ലേ? കണ്ടോ? അവൻ്റെ ആ ഇരിപ്പും ആ ഒരു മട്ടം ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ? അടിച്ചവരെ കർണം പൊട്ടിക്കാൻ തോന്നും. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിലാണ് ഞാൻ ജസ്റ്റ് എല്ലാം പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നല്ലവനായിട്ടുള്ള ഉണ്ണിയായിട്ടാണോ എന്ന് തോന്നി കണക്ഷൻ. പിന്നെ 2 വർഷം മുമ്പ് ഇവൻ ജയിലിലായെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പരോൾ ഇറങ്ങിയതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും തമിഴ്നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, ഒരു ഡൗട്ട് അടിച്ച് പോയതാണ്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു ലിങ്ക് ഇട്ട് തന്നെയാണ്. അതൊക്കെ വെച്ചങ്ങ് പോയതാണ് കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഇന്നത്തെ ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാണ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇയാൾ സമൂഹത്തിന് വലിയൊരു മെനസാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോഴാണ് ഇതടക്കം അന്വേഷിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് അന്വേഷണ പരിധിയിൽ വരിക? തൊപ്പി ഒടുവിൽ കുടുങ്ങുമോ? രഞ്ജിത്ത്, തൊപ്പിയെ നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിൽ വിവാദത്തിൽപ്പെട്ട ഒരാളാണ്. ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ തൊപ്പി എന്ന യൂട്യൂബർ. ഇപ്പോൾ തൊപ്പിക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് പെരുമനയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എവിടെയാണ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സൈബർ പോലീസിന്റെ പരിധിയിലാണോ ഈ കേസ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ നിലവിൽ എവിടെയും തൊപ്പിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ്. ഇതിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ഒരു പോര് തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് തൊപ്പിയും അതോടൊപ്പം തന്നെ തൊപ്പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന അവർ ഒരു 3-4 ഫ്രണ്ട്സ് കൂടിയാണ് ഈ സ്ട്രീമിംഗ് നടത്തുന്നത്. അതിൽ മമ്മു എന്ന് പറയുന്ന തൊപ്പിയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, 2-3 പേരുണ്ട്. അപ്പൊ ഇവരാണ് പെട്ടെന്ന് തൊപ്പിയുമായി അടിച്ചു പിരിയുകയും പിന്നീട് അവർ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് തൊപ്പിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നത് പ്രകാരം തൊപ്പി വീട്ടിൽ ലഹരി ഉപയോഗിക്കും, തങ്ങളുടെ വീട്ടിലൊക്കെ തൊപ്പി ലഹരി കടത്താറുണ്ട്, ഒപ്പം തങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കും, തൊപ്പി പണം നൽകില്ല, തൊപ്പിയുടെ അടിവസ്ത്രം പോലും ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കും, മുഖത്തൊക്കെ തൊപ്പി അടിക്കും, ഒപ്പം സ്ത്രീകൾക്ക് പല സ്ത്രീകളെയും ആവശ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഒക്കെ തൊപ്പി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെയാണ് ഈ തൊപ്പിയുടെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയിൽ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അന്വേഷിക്കണം, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, തൊപ്പിക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടോ, ഈ സുഹൃത്തുക്കൾ പറയുന്നത് ശരിയാണോ എന്നതൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. ഇതിൽ പോക്സോ കേസുകൾ, നർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളാണ് തൊപ്പി എന്ന നിഹാദിനെതിരെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിലിപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്, ശരി, വിവരങ്ങൾ പങ്കുവച്ചു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ന്യൂസും കാര്യങ്ങളുമാണ്. തൊപ്പിയെ പിടിച്ചോണം, പൊട്ടിക്കണം ഉള്ള കാര്യം പറയാമല്ലോ. പിടിച്ച് പൊട്ടിച്ചു കഴിയുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ. അവന്മാർ പിന്നെ ഒരു കാര്യം പറയാം,
അവന്മാരെല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൻ അങ്ങനെ അല്ലല്ലോ. ഇവനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവൻ മൂഞ്ചി കുത്തി പോകാളായ അവന്മാർ സമ്മതിച്ചു. അവന്മാരുടെ കാര്യങ്ങളെല്ലാം അവന്മാർ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, അവന്മാരുടെ സംസാരത്തിലാണെങ്കിൽ പോലും കുറച്ച് ജെനുവിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ആ ലൈവിൽ വന്നിട്ട് ആ ലൈവ് സ്ട്രീം മൊത്തം കാര്യങ്ങൾ അവന്മാർ കാണിച്ചപ്പോഴാണെങ്കിൽ പോലും ഇത് ആണ്, ഫേക്കാണ്, അങ്ങനെ കുറേ മൈരന്മാരൊക്കെ ഉണ്ടല്ലോ ഇതിനകത്തുനിന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിനേക്കാളും ചിരി വരുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, തെറി പറഞ്ഞു പോകൂടാ. ഞാൻ ആ ലൈവ് കണ്ടപ്പോൾ തന്നെ ആ ഗൂഗിൾ ആഡ്സൻസിൻ്റെ കാര്യം കാണിച്ചപ്പോഴത്തേക്ക് ആ ഫേക്ക് എടാ പുല്ലുകളെ, ഞങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ബോധമുണ്ടോ അതൊക്കെ. ആക്സിസിൻ്റെ കാര്യങ്ങളും അതും ഇതും പൈസയുടെയും ഇന്ന അക്കൗണ്ടിലോട്ട് പോകുന്നതൊക്കെ. ഞങ്ങൾ പൊട്ടന്മാരല്ല, ഞങ്ങളത് അറിഞ്ഞോട്ടെ ഇപ്പോഴും. എടാ ഞാനൊരു കാര്യം പറയാം, ഓക്കെ ഇവന്മാരെല്ലാം കുറ്റക്കാരായിരിക്കും, പക്ഷെ അവന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ കേൾക്കാം എന്നുള്ളൊരു ബാധ്യതയുണ്ട്. നാളെ നിനക്കൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴേ നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അത് ചുമ്മാ കിടന്നിട്ട് കുറേ എണ്ണം അവന്മാർ കുറേ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ ഫേക്കാണ് നിങ്ങൾ ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ അവന്മാർ മോണിറ്റൈസേഷൻ ഓഫാക്കി, സൂപ്പർ ചാറ്റ് അത് ഇത് എല്ലാം അവന്മാർ ഓഫ് ചെയ്തു. എന്നിട്ടാണ് അവന്മാർ ഒരു വീഡിയോ, ഞാൻ ആ ലൈവ് തുടക്കം വരുന്നത് കണ്ട 10:30 വരായിരുന്നവൻ അവസാനം വന്നത് എത്ര മണിക്കാണ്, 10:50 11 മണിക്കാണ് കണ്ട. അപ്പം തന്നെ മുങ്ങി പേടിച്ച് പോയി, അങ്ങനെയൊക്കെ ഒരുപാട്. ഞാനിങ്ങനെ ലൈവ് നോക്കിയിരിക്കുകയായിരുന്നു ഷമീറിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഗൈസ്, നിങ്ങൾ ആലോചിക്കുക, ഇവൻ ഫേക്കാണ്. എന്തായാലും ഈ പറഞ്ഞ ജാഫർ സാദിഖ് നമുക്കൊന്ന് പോകാം, അന്വേഷിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. ഇനി അതും ഇതുമൊക്കെ കൂടെ കണക്ഷൻ ആണെങ്കിൽ ഇവൻ ആരായിരിക്കും മോൻ. പിന്നെ മരടനീഷ് അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം. പിന്നെ നല്ല ഞാനൊരു കാര്യം പറയാം, ഇത്രയും വലിയ ഗ്യാങ്ങിലുള്ളവരൊക്കെ ആയിട്ട് ഒക്കെ കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയരുത്. മനസ്സിലാക്കണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ പണ്ടൊരു ദാതയായിരിക്കാം, ഇപ്പം മരടനീഷ് എന്ന് പറയുന്നുണ്ട്, അദ്ദേഹം വലിയ ദാതയായിരിക്കാം. ഇപ്പം അത് ഒതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാം. ചില പിള്ളേരെങ്ങനെ മരടന്നൻ ഒണ്ണം വേറെ ലെവലാണ്, ഇപ്പോഴും ഞാൻ വിളിച്ചാൽ വരും, ഇടിച്ച് കീറും, കഴിഞ്ഞ ആഴ്ചയിൽ അവൻ്റെ തീർത്ത്. ഇമാതിരി തള്ളുന്ന കുറേ മൈരന്മാരുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. ഇവന്മാരെ പോലുള്ള തള്ളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പാവം പിടിച്ചവർ ഇതൊന്നും അറിയുന്നില്ല. ചിലപ്പോൾ അയാളെല്ലാം ഒതുങ്ങി കൂടി ജീവിച്ച് പോകുന്നൊരു വ്യക്തിയായിരിക്കും. കിടക്കണം ഇതുപോലൊക്കെ ഇവരുടെയൊക്കെ പേരെടുത്ത് ഇടുകയും ചെയ്യും, അവർ ഒതുങ്ങി ജീവിക്കും, എന്തോ ആൾ കാണിക്കുന്നത്. പണ്ട് ഈ അടുത്ത സമയത്ത് ഒരു 10 വർഷം മുമ്പ് ഇവിടെ ഒരു തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയുള്ളവരെ പിടിച്ച് പൊട്ടിച്ചു വിട്ട് മേലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, ഒതുങ്ങി ജീവിക്കുന്നതിനെ പോലും വെറുതെ വിടത്തില്ലായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് കൊടുക്കുക. ബൈ.